السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أما بعد. മഹാനായ ബഹുമാനപ്പെട്ട നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉലമായിൻ്റെ അഭിമാനഭാജനമായ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുക്കുത്തൂക്കവത്തങ്ങൾ മഹാനവറുകളെ, അതേപ്രകാരം ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ ധാരാളം സാദാത്യങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരും മഹൽ വ്യക്തിത്വങ്ങൾ, മൊറാക്കൾ, എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നാം അത് എല്ലാവരുടെയും പേര് കേട്ടപ്പം തന്നെ അവരെ കുറിച്ച് നമുക്ക് വലിയ അഭിമാനമുണ്ട്. അതേപോലെ ഇവിടെ സന്നിഹിതരായ മഹൽ വ്യക്തിത്വങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ അഥവാ സമസ്തയുടെ ധീര പ്രവർത്തകന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധ സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ സന്നിഹിതരായ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു തആല നാം എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും ധീരധീരം പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും അല്ലാഹു തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഞാൻ വളരെ ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ വിഷയത്തിൻ്റെ, സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിൻ്റെ ആമുഖങ്ങളെല്ലാം മഹാനായ സയ്യിദുൽ ഉലമ ഇവിടെ വിവരിച്ചു തന്നു. പിന്നീട് ഒരു ആമുഖം പറയാൻ ആവശ്യമില്ലാത്ത തരത്തിൽ ചിന്തിക്കുന്നവർക്ക് വളരെയധികം ചിന്തോദ്ദീപകങ്ങളായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നമുക്ക് പറഞ്ഞു തന്നത്. കാര്യമായും ആ പറഞ്ഞു തന്ന കൂട്ടത്തിൽ മഹാരഥന്മാരായ ഉലമാക്കന്മാരാണ്, ശംസുൽ ഉലമയെ പോലെയുള്ള ഉലമാക്കന്മാരാണ് ഈ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തും സമസ്തയും ഈ ലോകത്ത് പ്രചരിപ്പിച്ചത് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അതുകൊണ്ട് ആ ഉലമായിനെ കുറിച്ച്, അതേപോലെ സർവോപരി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ശംസുൽ ഉലമയോടുകൂടെ 20 വർഷക്കാലം എനിക്ക് അഭിമാനകരമായ ഒരു പ്രത്യേകമായ സമ്പാദ്യം അതാണ്. ശൈഖുനാ ശംസുൽ ഉലമയോടുകൂടെ 20 വർഷക്കാലം മഹാനവറുകളുടെ ഒരു ശിഷ്യനായും ഖാദിമായും പ്രവർത്തിച്ച ആളാണ് ഞാൻ. കാരണം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ അവിടെ 3 കൊല്ലം ശൈഖുനായുടെ ക്ലാസ്സിൽ പഠിക്കുകയും അതിന് ശേഷം 72 നിന്ന് അവിടെ നിന്ന് വിരമിച്ചതിൻ്റെ ശേഷം നന്ദി ദാറുസ്സലാമിൽ ഞാൻ അവിടെ 1976 മുതൽ അവിടെ പ്രവർത്തിച്ചപ്പോൾ 1979 മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പാളായി ആ സ്ഥാപനത്തെ ഏറ്റെടുത്തത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ 1976 മുതൽ അതിൻ്റെ പ്രിൻസിപ്പാളായത് മുതൽ ഞാൻ അവിടെ ഒരു ഉസ്താദും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തകനായുണ്ടായിരുന്നു. ശൈഖുനാ അവിടെ നിന്ന് വഫാത്താകുന്നത് വരെ ശൈഖുനായുടെ ഒരു ഖാദിമുൻ ശിഷ്യനായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാ അറിവിൻ്റെയും കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് സ്വന്തം അനുഭവങ്ങളിലൂടെയുള്ള അറിവാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ പറയുന്നത് വളരെ പ്രസക്തമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇൽമിൻ്റെ പ്രാധാന്യം പറയുകയുണ്ടായി. എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായത് ഇൽമാണ്. ആരെന്ത് പറഞ്ഞാലും ഇൽമിനേക്കാൾ വലിയ ഒന്ന് ലോകത്ത് അല്ലാഹു പടച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്ത മാസിവല്ലാ
അള്ളാഹു അല്ലാത്തതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം സമർത്ഥിക്കുന്നത്. ഗസാലി ഇമാം തൻ്റെ വളരെയധികം പ്രശസ്തമായ മിൻഹാജുൽ ആബിദീൻ എന്ന ചെറു ഗ്രന്ഥത്തിൽ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്തതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമാണ്, ആലിമാണ് എന്ന്. കാരണം അതിന് മഹാനവറുകൾ പറയുന്ന കാരണം ലിഅജ്ലിഹി കുല്ലു മാ തറാ വതസ്മഉ മിൻ തസ്നീഫിൽ മുസന്നിഫീൻ വതഅലീമിൽ മുഅല്ലിമീൻ വവഅദിൽ വാഇദീൻ ബൽ ലിഅജ്ലിഹി ഉൻസിലത്തിൽ കുതുബ് വഉർസിലത്തിർ റുസുൽ ബൽ ലിഅജ്ലിഹി ഖുലിഖത്തിസ് സമാവാതു വൽ അർദ്. ഇൽമിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ലോകത്തില്ല. അള്ളാഹു അല്ലാത്തതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമ് തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം മഹാനവറുകൾ പറയുകയാണ് ലിഅജ്ലി, ആ ഇൽമിന് വേണ്ടിയല്ലേ കുല്ലുമാ തറാ വതസ്മഉ, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാം ഇൽമിന് വേണ്ടിയാണ്. മിൻ തസ്നീഫിൽ മുസന്നിഫീൻ, അയിമ്മത്തുകളും ഇമാമിങ്ങളും അതേപോലെ ലോക പ്രശസ്തരായ പണ്ഡിതന്മാരും കോടിക്കണക്കിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നമുക്കൊന്നും വഹിച്ചെടുക്കാൻ കൊണ്ടുപോകാൻ സാധിക്കാത്ത കിതാബുകളുണ്ട്. ആ കിതാബുകളുടെ ലിഅജ്ലിഹി കുല്ലു മാ തറാ വതസ്മഉ മിൻ തസ്നീഫിൽ മുസന്നിഫീൻ, ഗ്രന്ഥകാരന്മാരുടെ ഗ്രന്ഥരചന, വതഅലീമിൽ മുഅല്ലിമീൻ, ആദരവായ റസൂലുള്ളാഹി തൊട്ട് ആരെല്ലാം ഇവിടെ റസൂൽ ഒന്നാമത്തെ മുഅല്ലിമാണെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ ശേഷം വന്ന എല്ലാ മുഅല്ലിമീങ്ങളും ആ ഇൽമിന് വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ മഹാനായ ഗസാലി ഇമാം പറയുകയാണ്. മാത്രമല്ല വലിയ അജ്ലി, ആ ഇൽമിന് വേണ്ടിയാണ് മിൻ വഅദിൽ വാഇദീൻ, ഇവിടെ ലോകത്ത് പ്രബോധനം ചെയ്യുന്ന എല്ലാ പണ്ഡിതന്മാരും ആ ഇൽമിന്റെ ഭാഗമാണ്. മാത്രമല്ല ബൽ അജ്ലി ഉൻസിലത്തിൽ കുതുബ്, ആ ഇൽമിന് വേണ്ടിയാണ് 4 ഏടുകളും 100 കിതാബുകളും ഇറക്കപ്പെട്ടത് ആ ഇൽമിന് വേണ്ടിയാണ്. വഉർസിലത്തുർ റുസുൽ, 1.25 ലക്ഷം വരുന്നതായ പ്രവാചകന്മാരെ ഈ ലോകത്ത് നിയോഗിച്ചതും ആ ഇൽമിന് വേണ്ടിയാണ്. അതും കൊണ്ട് അവസാനിച്ചില്ല. ഗസാലി ഇമാം പറയുന്നു ബൽ അജ്ലി ഖുലിഖത്തിസ് സമാവാതു വൽ അർദ്, ആ ഇൽമിന് വേണ്ടിയാണ് ആകാശ ലോകങ്ങളെ സർവചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചതെന്നും ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുകയാണ്. നിങ്ങൾക്ക് സംശയം വേണ്ട, റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ലേ ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞത് അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹ എന്നാണ്. ആ ഇൽമിന്റെ പട്ടണമാണ്, ആ ഇൽമിന് വേണ്ടിയാണ് ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ട് പറയുന്നു അതെൻ്റെ സ്വാഭിപ്രായമല്ല, എൻ്റെ സ്വന്തമായ അഭിപ്രായമല്ല, മറിച്ച് അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്. അള്ളാഹു പറയുന്നു, ഗസാലി ഇമാം ഉദ്ധരിക്കുകയാണ്, മാസിവല്ലാ, അള്ളാഹു അല്ലാത്തതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമാണ് എന്നതിന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത് വമിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുല്ലദീ, അല്ലാഹു ഒരുവനാണ്, ഖലഖ സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. വമിനൽ അർളി മിസ്ലഹുന്ന, അതുപ്രകാരം 7 ഭൂമികളെ, അല്ലെങ്കിൽ 7 ഭൂഖണ്ഡങ്ങളെ, അങ്ങനെയുള്ള സർവ്വചരാചരങ്ങളും അടങ്ങിയ ഈ ഗോള സമൂഹങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. അതേപോലെ എന്തിനു വേണ്ടി? അല്ലാഹു പറയാണ്, വയതനസ്സലുൽ അംറു ബൈനഹുന്ന, 7 ആകാശത്തിന്റെ ഉപരിതലം മുതൽ 7 ഭൂമിയുടെ താഴ്ഭാഗം വരെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പ്രവാചകന്മാർ എല്ലാം അല്ലാഹു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിതഅലമു, നിങ്ങൾക്ക് ഇൽമുണ്ടാകാൻ വേണ്ടി. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു തആലയാണ് ഏറ്റവും വലിയ സർവശക്തൻ. അല്ലാഹുവിന്റെ ഇൽമ് സർവ്വവ്യാപകമാണ്. അല്ലാഹുവിന്റെ ആലിമാണ്, ഖദീറാണ്, സമീഹാണ്, ബസീറാണ് എന്ന ദീനിയായ ഇൽമിന് വേണ്ടി, അത് പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇതെല്ലാം ചമച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നല്ലോ. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആര് എന്ന് ചോദിച്ചാൽ
ആലിമാണ്, ഇൽമാണ്. ആ ആലിമിനേക്കാളും വലിയ ഒന്ന് ഈ ലോകത്തില്ല ശ്രേഷ്ഠമായത് എന്ന് വളരെ വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു, ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത്. ഷഹിദല്ലാഹ്, അല്ലാഹു തആല സാക്ഷിയാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ലെന്നതിന് അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു പക്ഷേ നമ്മുടെ ഇടയിൽ വരില്ല. മനസ്സിലാക്കണം, അല്ലാഹു എന്താണ് വരാത്തത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ബനൂ ഇസ്രായേലുകൾ മൂസാ നബിയുടെ കൂട്ടരൊക്കെ ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സൃഷ്ടാവാണ്. അല്ലാഹുവിന് സൃഷ്ടിയായി ചെറുതാകാൻ പറ്റില്ല. സൃഷ്ടികളെ പോലെ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് സൃഷ്ടാവല്ലാതായി പോകും. അല്ലാഹു സൃഷ്ടാവ് ആണല്ലോ. രണ്ടാമതായി അല്ലാഹു പറയുന്നു, വൽ മലായികത്തു, മലായികത്തുകളും സാക്ഷികളാണ്. ആ മലായികത്തുകളും നമ്മൾ സത്യസാക്ഷ്യം വഹിക്കാൻ വരില്ല, സാധാരണക്കാരുമായിട്ട് അവിടെ ഇടപെടുകയില്ല. അതും ഖുർആൻ പലയിടങ്ങളിലായി പരാമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മലായികത്തുകൾ ഞങ്ങളുടെ ഇടയിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചതിന്, അങ്ങനെ ഒരു മലായികത്തുകൾ വരണമെങ്കിൽ ഇവിടെ ഭൂമിയിൽ അധിവസിക്കുന്നവരും മലായികത്തുകളാകണം. അത് വേണ്ടിവരുമല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ മലായികത്തുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഈ മണ്ണുകൾ കൊണ്ട് സൃഷ്ടിച്ചതായ അവരുമായി ആശയവിനിമയം നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് മലായികത്തുകളും ഇങ്ങോട്ട് വരില്ല, സാധാരണക്കാരിൽ വരില്ല. മൂന്നാമതായി അല്ലാഹു പറയുന്നു, ഇസ്ലാമിന്റെ സത്യസാക്ഷികൾ ഉള്ളവരാണ്, ആലിമീങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ഷഹാദത്തും അല്ലാഹുവിന്റെ സത്യസാക്ഷ്യവും മലായികത്തുകളുടെ സത്യസാക്ഷ്യവും ഈ ലോകത്ത് അവതരിപ്പിക്കുന്നത് ഇലാമാണ് എന്ന് അല്ലാഹു അസന്നിഗ്ധമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരേക്കാളും ശ്രേഷ്ഠമായത്, സർവചരാചരങ്ങളെക്കാളും ശ്രേഷ്ഠമായത് ആലിമാണ്, ഇൽമാണ്. വിശദീകരിക്കാൻ സമയമില്ല. പല കാര്യങ്ങളും അല്ലാഹു തആല ഖുർആനിൽ അത് സമൃദ്ധമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സയ്യിദുൽ ഉലമാ പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നാൽ അത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ഇൽമ്, അതിൻ്റെ വറസത്തായ ആലിമീങ്ങൾ പറയുന്നത്. അപ്പോൾ ആകത്തുക ഇൽമാണ് ഇസ്ലാമിക സാമ്രാജ്യത്തെ, അതല്ലെങ്കിൽ ഇസ്ലാമികമായ സമ്പ്രദായത്തെ അവതരിപ്പിക്കേണ്ടത്, ഭരിക്കേണ്ടത്, അത് പരിപാലിക്കേണ്ടത് ആലിമാണ് എന്ന് അസന്നിഗ്ധമായി ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ കൂട്ടത്തിൽ പല ഉലമാക്കളും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞുപോയി. താരങ്ങളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ പ്രകാശിച്ചതായ ഉലമാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തെ സംബന്ധിച്ച് വെളിച്ചം നൽകുന്ന ഒരു ശീർഷകം കണ്ടത്. പ്രകാശം നൽകുന്ന വെളിച്ചത്തിൻ്റെ ആൾക്കാർ എന്ന അവരാണ് ഈ പരിശുദ്ധമായ സമസ്തയെ നയിച്ചിരുന്നത് എന്നാണ് നമ്മളുടെ ഈ പരിപാടിയുടെ ഒരാപ്തവാക്യം, അതിൻ്റെ മുദ്രാവാക്യം. അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ഈ മഹത്തായ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഈ ലോകത്ത് അവതരിപ്പിച്ചത്. അതിൻ്റെ ഒന്നാമത്തെ ആൾ ആദരവായ റസൂലുള്ളാഹി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റുള്ളവരെല്ലാവരും ആവഹിച്ചെടുത്തത്. നാം കാണുന്ന വഴിവിളക്കുകൾ, കഴിഞ്ഞുപോയതായ പണ്ഡിതന്മാർ, അവരുടെ എല്ലാം പ്രകാശഗോളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പുന്നാര നബിയുടെ നേരത്തെ ഇവിടെ വിവരിച്ചു. ആ പുന്നാര നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ പ്രബോധനം നമ്മുടെ നാട്ടിലേക്ക് വരികയുണ്ടായി. അതേപോലെ അതല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്ത് തീർച്ചയായും. അങ്ങനെ അവരിൽ നിന്നാണ് എന്താണ് സുന്നത്ത് ജമാഅത്ത്, എന്താണ് ശരിയായ ഇൽമ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ പൂർവികന്മാരായ ആലിമീങ്ങൾ, കുതുബീങ്ങൾ, മഹാന്മാരായ ഗൗസിയങ്ങൾ, വലിയ ഔലിയാക്കന്മാർ, ബഹുമാനപ്പെട്ടതായ വലിയ വലിയ പണ്ഡിതന്മാർ. അവരാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന്, താബീങ്ങളിൽ നിന്ന്, താബീങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ പതാക ഏറ്റുവാങ്ങിയവർ, ആ പ്രകാശം ആവഹിച്ചെടുത്തവർ, പരിശുദ്ധമായ മഖ്ദൂമീങ്ങൾ, അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ
സുന്നത്ത് ജമാഅത്തിൻ്റെ ദർശനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് നേരിട്ട് വരച്ച് കാണിച്ചു തരികയുണ്ടായി. അങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അതിനെതിരെ ഒരു വിഭാഗം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, അനിസ്ലാമികമായ വിദഈ പ്രസ്ഥാനങ്ങളുമായിട്ട് വന്നപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരാലോചിച്ചു, ഇനി നമ്മൾ ഒറ്റയും തെറ്റയുമായി പ്രവർത്തിച്ചാൽ പോരാ, നമ്മൾക്കും ഒരു സംഘടന ശക്തി ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹാത്മാക്കളായ താബീങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് കൊണ്ടുവന്നതായ ആ പതാക ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ കൂടി അതിൻ്റെ അധ്യക്ഷ പദത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബായലവി മുല്ലക്കോയ തങ്ങൾ അവരെ ഇരുത്തിയും കൊണ്ട് ആ പതാക ദീനുൽ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ പതാക മഹാനവറുകൾ ഏറ്റെടുക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്തു. അങ്ങനെ മഹാനവറുകൾ പ്രസിഡന്റായി കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിന് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഏറ്റവും സുന്ദരമായ പ്രകാശത്തിൻ്റെ ഗോളം ആദരവായ റസൂലുള്ളാഹിൽ നിന്ന് വളരെ കൃത്യമായി ശാസ്ത്രീയമായി അതിൻ്റെ വളരെയധികം ശരിയായ മാർഗത്തിലൂടെ വന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കയ്യിലാണ്. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ രൂപം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഈ ലോകത്ത് അറിയപ്പെടുന്നത്. ആ സമസ്തയിൽ ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദ് സയ്യിദുൽ ഉലമ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പറയൂ, ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവർക്ക് തുല്യമായ ഒരു പണ്ഡിതനെ ഈ ലോകം കണ്ടിട്ടില്ല, അതേപോലെ നമ്മുടെ കേരളം ദർശിച്ചിട്ടില്ല. വളരെ സൂക്ഷ്മമായി ഇൽമിനെ സംബന്ധിച്ച് അറിഞ്ഞു. അള്ളാഹുവിൻ്റെയും മലായിക്കത്തുകളുടെയും അവരുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യമായി ഈ ലോകത്ത് പ്രവർത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എനിക്കിതിനുള്ള കഴിവും ആവേശവും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ ഏറ്റവും വലിയ കാരണക്കാരൻ ഞാൻ ബഹുമാനിക്കുന്ന ശംസുൽ ഉലമയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ആരെല്ലാം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് ഏറ്റവും അധികം ആദരിക്കുന്നത് ശംസുൽ ഉലമയെയാണ്, പണ്ഡിതന്മാർ. കാരണം ആ ശംസുൽ ഉലമയിൽ നിന്നാണ് നമുക്ക് ഈ അറിവുകൾ, ശംസുൽ ഉലമയിൽ നിന്നാണ് ഈ തരത്തിലുള്ള അറിവുകൾ, അത്ഭുതകരമായ അറിവുകൾ നമ്മൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശൈഖുന ശംസുൽ ഉലമ ഒരുപാട് കറാമത്തുകൾ ഉള്ള ഒരു ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പക്ഷെ ശംസുൽ ഉലമാനെ ഒരു വലിയായിട്ട് അറിയപ്പെടാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല, ശൈഖുന ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇൽമിൻ്റെ ഖിദ്മത്ത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കുക എന്ന ഖിദ്മത്ത് ശൈഖുന ഇവിടെ സാധിച്ചതുപോലെ ഇങ്ങനെയുള്ള മറ്റ് ഒരു വലിയായിട്ടോ മറ്റോ പ്രവർത്തിച്ചാൽ അത് സാധിക്കുകയില്ലെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തൻ്റെ കശുവും കറാമത്തുമെന്നും ആരെയും മനസ്സിലാക്കി കൊടുത്തില്ല. എനിക്ക് 20 കൊല്ലം ശൈഖുനായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ മഹാനവറുകളുടെ പല കറാമത്തും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചിലത് നിങ്ങളോട് വിവരിക്കാം. ബഹുമാനപ്പെട്ട ശൈഖുന ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരുടെയും, നമ്മുടെ ലോകത്തുള്ള പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങൾ, അവരുടെ എല്ലാ പണ്ഡിതന്മാരുടെയും, ഇവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും ഉസ്താദ് ഒന്നുകിൽ ശൈഖുനയായിരിക്കും, അല്ലെങ്കിൽ ശൈഖുനാന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ശൈഖുനായെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ശംസുൽ ഉലമാന്റെ ഉറൂസ് നടത്തിയാൽ ഞങ്ങൾ വരക്കലിലും തങ്കിയിലൊക്കെ വെച്ചിട്ട് ഉറൂസ് നടത്താറുണ്ട്. എന്നാൽ ആ ഉറൂസ് നടത്തിയാൽ മാസങ്ങളോളം ആ ഉറൂസ് ലോകത്ത് നിലനിൽക്കുകയാണ്. പാശ്ചാത്യ നാടുകളിൽ, പൗരസ്ത്യ നാടുകളിൽ, മലേഷ്യയിൽ, അതേപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശംസുൽ ഉലമ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടങ്ങളിലെല്ലാം ശൈഖുനായുടെ ശിഷ്യന്മാരുണ്ട്, അതല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുണ്ട്. അങ്ങനെ ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതനെ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ ശൈഖുന ശംസുൽ ഉലമയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച ഒരു ഭാഗ്യം എന്ന നിലക്ക് ശംസുൽ ഉലമയുടെ ഒരു വിനീത ശിഷ്യനാകാൻ, ഒരു വിനീത ഒരു സേവകനാകാൻ ഈ വിനീതന് സൗഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് നിങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ
അതേപോലെ പലയിടങ്ങളിലും ദീനി കാര്യങ്ങൾ പറയാനും ഈ ദീനിൻ്റെ തബ്ലീഗ് അതിൻ്റെ പ്രബോധനം നടത്താനും ഈ ഉള്ളവന് അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അല്ലാഹു തആല അത് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ശൈഖുനായെ പറ്റി പല അപവാദങ്ങളും പലരും പറയാറുണ്ട്. ശൈഖുന അവിടെ നിന്ന് പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്ത് വന്നു. ശൈഖുന അവിടെ സ്വയം മനസ്സോടെ അവരിൽ നിന്ന് പോന്നു. അത് അല്ലാഹു തആല നിശ്ചയിച്ചതായ ഒരു നിയോഗമാണ്. ശൈഖുന പട്ടിക്കാടിൽ നിന്ന് വരുമ്പോൾ 3000-ഓളം ഫൈലിമാരെ ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടാണ് ശൈഖുന 18 കൊല്ലക്കാലത്തെ സേവനം മതിയാക്കി അവിടുന്ന് പോരുന്നത്. അങ്ങനെ ഒരു കൊല്ലം ഒരിടത്ത് ദർസ് നടത്തിയതിന് ശേഷം പിന്നീട് 1979 ശൈഖുന ദാറുസ്സലാമിലേക്ക് വരികയാണ്. അങ്ങനെ ദാറുസ്സലാമിലും ശൈഖുന അതേപോലെ 18 കൊല്ലം ഇസ്ലാമിക പഠനം നൽകി. അവിടെയും 3000-ഓളം ദാരിമിമാരെ സൃഷ്ടിച്ചു. അത് അള്ളാഹുവിൻ്റെ നിയോഗമാണ്, അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അങ്ങനെ കുറെ ആളെ ബാക്കവികളായിട്ട് അവിടെ ഇവിടെ ഉണ്ടായപ്പോൾ, വെല്ലൂരുണ്ടായപ്പോൾ, അതിനുശേഷം പട്ടിക്കാടുണ്ടായപ്പോൾ ഈ വിനീതനായ ഞങ്ങളെപ്പോലെയുള്ള ഒരു എത്രയോ ആയിരങ്ങളെ 3000 ഫൈലിമാരുണ്ടായി. അങ്ങനെ അതിനുശേഷം ദാറുസ്സലാമിൽ നിന്ന് 3000 ദാരിമികളെ സൃഷ്ടിച്ചു. മറ്റൊരു കാര്യം, ദാറുസ്സലാമിൽ പട്ടിക്കാട് നിന്ന് ശംസുൽ ഉലമ വന്ന് എന്നിട്ട് ദാറുസ്സലാമിൽ നന്ദിയിൽ വന്ന് ഒരു ബിരുദം സൃഷ്ടിച്ചു എന്ന് വളരെ പച്ചനുണയാണ്. കാരണം 1976-ലാണ് ദാറുസ്സലാം കോളേജ് ആരംഭിക്കുന്നത്. ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭരണഘടന തയ്യാറാണ്. ഞാൻ അന്നു മുതലേ അവിടെയുണ്ട്. അതിൻ്റെ ഭരണഘടന തയ്യാറാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പറയുന്നത് മുസ്ലിംകൾക്ക് മതപരമായ തഫ്സീറൊക്കെ പറഞ്ഞിട്ട് അതിൽ അറിവ് നേടുകയും അതിൽ വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് മുതവ്വൽ ബിരുദം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നാണ് ആ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളിൽ പറയുന്നത്. അത് 1976-ൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അത് പുസ്തകമാക്കപ്പെട്ടതാണ് ആ ഭരണഘടന. അത് കഴിഞ്ഞ് ശൈഖുന വരുന്നത് 79-ലാണ്. 79-ൽ പിന്നെ 80-ൽ തന്നെ സനദ് കൊടുക്കാൻ കഴിഞ്ഞു. ഒന്നാമത്തെ സനദ് സമ്മേളനം നടത്തിയത് ശൈഖുനായുടെ നേതൃത്വത്തിലാണ്. ശൈഖുനയാണ് സനദ് കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പട്ടിക്കാടിൽ നിന്ന് വന്ന്, അതുകൊണ്ടൊരു തെറ്റ് ഞാൻ പറയുന്നില്ല, കാരണം അള്ളാഹുവിൻ്റെ നിയോഗമാണ്. ഒരു 3000 ഫൈലിമാരെ അവിടെ സൃഷ്ടിച്ചപ്പോൾ ഒരു 3000 ദാരിമിമാരെ ഇവിടെയും സൃഷ്ടിക്കണമെന്ന് മഹാനായ ശൈഖുനാന്റെ തലയിൽ എഴുത്തുണ്ടാകും, അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടാകും. അത് സംഭവിച്ചു എന്നതല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അപവാദങ്ങൾ കെട്ടിച്ചമക്കുന്നത് ദീനിൻ്റെ വിരോധികൾ മാത്രമാണ്. അങ്ങനെ ശൈഖുന 1980-ൽ ദാറുസ്സലാമിൻ്റെ അക്ഷരം മുറ്റത്ത് വെച്ച് സനദ് കൊടുക്കുമ്പോൾ ശൈഖുനായുടെ മുഖം പ്രകാശിക്കുകയായിരുന്നു. ശംസുപൂരത്തിൻ്റെ തുല്യമായ പ്രകാശം. എനിക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തല്ലോ. ഒരു കാലഘട്ടം, ഒരു 22 പതിറ്റാണ്ട് ഫൈലിമാരെ സൃഷ്ടിച്ച് ഇനി എനിക്ക് ഏതാനും പതിറ്റാണ്ടുകൾ ദാരിമിമാരെയും സൃഷ്ടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്തല്ലോ എന്നൊരു സന്തോഷം തൻ്റെ മുഖത്ത് കളിയാടിയിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ശംസുൽ ഉലമയോടുള്ള ചില അനുഭവങ്ങളാണ്. ശംസുൽ ഉലമയുടെ ഒരു വിനീത ശിഷ്യനായി ഞാൻ അവിടെ നിന്ന് പഠിച്ച് അവിടെ അതിൻ്റെ വിദ്യാർത്ഥി സമാജത്തിൻ്റെ ഭാരവാഹി എന്ന നിലക്ക് ശംസുൽ ഉലമയോട് കൂടുതൽ ഇടപഴകിയപ്പോൾ എനിക്ക് മഹാനവറുകളുടെ മനസ്സ്, മഹാനവറുകളുടെ നിർമ്മലമായ മനസ്സ്, മഹാനവറുകളുടെ സ്നേഹം, മഹാനവറുകളുടെ അനുഗ്രഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ശംസുൽ ഉലമയായിരിക്കില്ല നമ്മൾ അടുത്തിടപഴകുമ്പോൾ. സ്നേഹത്തിൻ്റെ, കരുണയുടെ പ്രതീകമാണ് ശംസുൽ ഉലമ. അങ്ങനെ ശംസുൽ ഉലമയോടുകൂടെ അവിടെ പഠിച്ചു, ഖിദ്മത്ത് ചെയ്തു എന്ന് മാത്രമല്ല, മഹാനവറുകളോടുകൂടെ പല യാത്ര ചെയ്യാനും എനിക്ക് സാധിച്ചു. അതിൽപ്പെട്ടത് ഞാൻ കൂടുതലെല്ലാം വിശദീകരിക്കുന്നില്ല. തൻ്റെ യാത്രയിൽ, ഹജ്ജിൻ്റെ യാത്രയിൽ ഈ വിനീതനായ എനിക്കും ശൈഖുനായുടെ കൂടെ പോകാനും ഖിദ്മത്ത് ചെയ്യാനും കഴിഞ്ഞു. ആ സന്ദർഭത്തിൽ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ അത്ഭുത സിദ്ധികൾ, ശൈഖുനായുടെ കറാമത്തുകൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. മഹാനായ ശൈഖുനായുടെ കൂടെ ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾ 8 പേരുടെ ഒരു കൂട്ടമായിരുന്നു. ഒന്ന് ശൈഖുന ശംസുൽ ഉലമ, അതേപോലെ തന്നെ ശൈഖുനായുടെ ഭാര്യ, ശൈഖുനായുടെ മകൾ ആമിന, 2 പേരും മരിച്ചുപോയി. യർഹമുഹുമല്ലാഹ്. ശൈഖുനയും വഫാത്തായല്ലോ. അതേപോലെ തന്നെ
ഷെയ്ഖുനായുടെ മകളുടെ പുതിയാപ്പിള, അദ്ദേഹവും മരിച്ചുപോയി, ഉമർ ഹാജി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അതേപോലെ തന്നെ നമ്മൾക്കറിയാം, കോഴിക്കോടുള്ളതായ രാമനാട്ടുകരയിലുള്ള അബുഹാജിയും തൻ്റെ ഭാര്യയും ഒരു സിദ്ധിയുള്ള പെണ്ണാണ്. അവരും മൗത്തായിപ്പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതേപോലെ ഈ വിനീതനായ ഞാനും, അങ്ങനെ ഞങ്ങൾ ഒന്നായിട്ടാണ് ഹജ്ജിന് പോയതിൽ ഒരുപാട് അനുഭവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എത്ര വിനീതനാണ് ഷെയ്ഖുന. ഞാനൊരു മുത്തഅല്ലിമാണ്, ഷെയ്ഖുനാൻ്റെ ഒരു ചെറിയ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ചെറിയ വിദ്യാർത്ഥിയാണ്. അവിടെ വെച്ച് എന്നോട് ഈലാഹ് ആദ്യം മുതൽ അവസാനം വരെ വായിപ്പിച്ചു. എനിക്ക് കിട്ടിയ ഒരു അത്ഭുതകരമായ ഒരു നേട്ടമാണത്. ഷെയ്ഖുന് എത്രയോ കൊല്ലങ്ങൾ മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത ദർസ് നടത്തിയ ഈലാഹ് ഹജ്ജ് ചെയ്യുമ്പോൾ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഷെയ്ഖുന എന്നോട് ഈലാഹ് വാങ്ങിക്കൊണ്ടുവരാനും വായിച്ചു കൊടുക്കാനും പറഞ്ഞു. ഷെയ്ഖുനാക്ക് കണ്ണ് ശരിക്കും കാണില്ല. ഞാനത് വായിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആ ഹജ്ജ് നിർവഹിക്കുന്നതിൽ വളരെയധികം കൃത്യത പാലിച്ചു. തൻ്റെ അനാരോഗ്യം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ഏതാനും ഉംറകൾ നിർവഹിക്കുകയുണ്ടായി. അവസാനം എന്ന് പറഞ്ഞു, നാളെ നമ്മൾക്ക് ആ വലിയ ബഡാ ഉംറ, എന്തായിരുന്നു മീഖാത്തിൻ്റെ പേര്, ബഡാ ഉംറ നിർവഹിക്കുന്ന മീഖാത്തിൻ്റെ പേര് പെട്ടെന്ന് ആരെ ഇവിടെ ഹാദിമീങ്ങളില്ലേ? അപ്പോൾ ജിറാന എന്ന് പറഞ്ഞത് ചില വാക്ക് പെട്ടെന്ന് മറന്നുപോയല്ലോ. ജിറാന എന്നിടത്തേക്ക് നമ്മൾക്ക് നാളെ ഉംറയ്ക്ക് പോകണം. അത് കുറേ ദൂരമുള്ളതാണ്. ഉംറയ്ക്ക് പോകാൻ ഇഹ്റാം കെട്ടാൻ ഏറ്റവും നല്ല പുണ്യമായ സ്ഥലം ജിറാനയാണ്. പക്ഷേ അധികവരും തന്നെയുമില്ലാണ്ട് പോകാറുള്ളത് സൗകര്യത്തിന് വേണ്ടി. നാളെ നമുക്ക് ജിറാനയിൽ പോകണം, എന്നിട്ട് അവിടെ നിന്ന് ഇഹ്റാം കെട്ടി വരണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സജ്ജമായി ഞങ്ങൾ അതിനുള്ള വാഹനങ്ങളെ ഏർപ്പെടുത്തി ഞങ്ങൾ 8 പേരും ആ വാഹനത്തിൽ പോയി. അങ്ങനെ ജിറാനത്തിൽ പോയി അവിടെ നിന്ന് ഇഹ്റാം ചെയ്തു വന്നു. അങ്ങനെ തിരിച്ച് ഹറമിലേക്ക് വരുമ്പോൾ ഒരു 10-10:30 മണിയായിട്ടുണ്ട്. നല്ല തിരക്കാണ്. മത്താഫിൽ വളരെ വലിയ തിരക്കാണ്. അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല ഈ ചെറുപ്പക്കാർക്ക് പോലും. ഷെയ്ഖുന എപ്പോഴും ഈ തസ്ബീഹ് മാല മറിച്ചുകൊണ്ടിരിക്കും. തെൽബിയത്ത് ചെല്ലുമ്പോഴും മറിച്ചുകൊണ്ടിരിക്കും. ദിക്ർ ചൊല്ലുമ്പോഴും മറിച്ചുകൊണ്ടിരിക്കും. അത് ഷെയ്ഖുനാൻ്റെ ഒരു സ്വഭാവമാണ്. ഷെയ്ഖുനാൻ്റെ കൂടെ വലിയ ദൂരസ്ഥലത്തൊക്കെ വയല് പറയുമ്പോൾ പോയാൽ, മംഗലാപുരത്തോ കാസർഗോഡോ പോയാൽ തിരിച്ച് ഷെയ്ഖുന കാറിൽ തന്നെയാണ് വരിക. എന്നിട്ട് ഒന്നുകിൽ ദാറുസ്സലാമിൽ നന്ദിയിലെത്തുന്നത് വരെ, അതല്ലെങ്കിൽ വെള്ളിമാട് കുന്ന് തൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഒരു കണ്ണടക്കുകയില്ല. അതേവരെ ആ തസ്ബീഹ് മാല തൻ്റെ കയ്യിൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പ്രധാനമായും ഷെയ്ഖുന ചെയ്ത ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനേക്കാളും വലിയൊരു ദിക്റില്ലല്ലോ. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ ആ ദിക്റാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആ ദിക്റാണ് എപ്പോഴും പതിവാക്കിയിരുന്നത്. അങ്ങനെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ അതുപോലെ ഹജ്ജിൻ്റെ വേളയിലും ആ തസ്ബീഹ് മാല കയ്യിൽ തന്നെ കാണാം. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ മത്താഫിലേക്ക് വന്ന് ഒരു 10-10:30 മണിയായിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് അങ്ങോട്ട് അടുത്ത് പോവുക, എങ്ങനെയാണ് നമ്മൾ തവാഫ് ചെയ്യുക. അപ്പോഴുണ്ട് ഷെയ്ഖുന നടന്നു പോകുന്ന പിറകെ ഞങ്ങളുമുണ്ട്. ഷെയ്ഖുനാക്ക് ആരോ ഒരു വഴി സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ നേരെ ഹജറുൽ അസ്വദിലേക്ക് പോയി. ഒരു തടസ്സവുമില്ല. അവിടെ വെച്ച് ഷെയ്ഖുന ചുംബിച്ചു. അതിൻ്റെ മറവിൽ ഞങ്ങൾക്കും ചുംബിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇതാരാണ് ഇത് സൗകര്യം ചെയ്തു കൊടുത്തത് എന്നത് അജ്ഞാതമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന് നമ്മൾ കാണാത്ത ഒരു ശക്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏതെങ്കിലും ജിന്നോ മലായിക്കത്തുകളോ ഒരു സൗകര്യം കൊടുത്തിട്ടല്ലാതെ ആ വൻ തിരക്കിൽ അവിടെ പണ്ഡിതനെന്നോ ആലിമെന്നോ വയസ്സനെന്നോ ആരും ചിന്തിക്കാറില്ല. ആർക്കും അത് കണ്ടാൽ മനസ്സിലാവുകയില്ല. അപ്പോൾ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഷെയ്ഖുനാക്ക് ആരോ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു അദൃശ്യനായ ഒരു ശക്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ അവിടെ നിന്ന് നന്നായി ആ ഹജറുൽ അസ്വദ് മുത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ തവാഫ് തുടങ്ങി. അങ്ങനെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ അവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ, അവിടെ ഉണ്ടായിരുന്ന ജന്നത്തുൽ മുഅല്ലയിലും അതിൻ്റെ പരിസരത്തിലുള്ള ഖബർസ്ഥാനുകളിലെല്ലാം ഷെയ്ഖുന സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഏതെങ്കിലും നല്ല ഖബറോ അതല്ലെങ്കിൽ പുതിയ പുണ്യ ഇടങ്ങളോ ഉണ്ടെങ്കിൽ ഷെയ്ഖുനാൻ്റെ മാല, ആ തസ്ബീഹ് മാല അവിടത്തേക്ക് ഇട്ടേക്കും.
എന്നിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ടാണ് അത് വീണ്ടും കയ്യിലേക്ക് പിടിക്കുക. അങ്ങനെ ഒരു തബറുക്കിൻ്റെ അതൊക്കെ പുണ്യകരമാണ് എന്ന് വിശ്വസിക്കുന്ന മഹാനായ പണ്ഡിതനായിരുന്നു ശംസുൽ ഉലമ. ചുരുക്കി പറയുകയാണ് ഞാൻ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്നു, മക്കത്ത് താമസിച്ചു. ആ മക്കത്ത് താമസിക്കുന്നതിനിടയിൽ മദീനയിലേക്ക് പോകാനുള്ള സമയമായി. അതിനിടയ്ക്ക് ഒരു അറബിയുമായിട്ട് ഷെയ്ഖുന ബന്ധപ്പെട്ടിരുന്നു. ഷെയ്ഖുനാൻ്റെ റൂമിൽ വരികയും പല ഉപദേശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഷെയ്ഖുന മദീനത്തേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ അറബി പറഞ്ഞു, എൻ്റെ വാഹനത്തിൽ പോകാം, എൻ്റെ വലിയ വണ്ടിയുണ്ട്, അതിൽ പോകാം ഷെയ്ഖുന എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അന്ന് സമ്മതിച്ചു. അന്ന് ഇതേപോലെയുള്ള 1987 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 ആ ഹജ്ജ് യാത്ര. അങ്ങനെ അവിടെ നിന്ന് ആ അറബിയുടെ വാഹനത്തിൽ, ചുരുക്കി പറയാണ് ഞാൻ, ആ അറബിയുടെ വാഹനത്തിൽ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ആ അറബിയോട് ഷെയ്ഖുന പറഞ്ഞു, നമ്മൾ പഴയ റോട്ടിലൂടെ, അതായത് ബദറിനെ ടച്ച് ചെയ്തു പോകുന്ന റോഡിലൂടെ പോകണം, ഞങ്ങൾക്ക് ബദറിൽ ഇറങ്ങണം, എന്നിട്ട് ബദരീങ്ങളെ സിയാറത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അറബി സമ്മതിച്ചു, തലകുലുക്കുകയും. അങ്ങനെ ഞങ്ങൾ ആ വാഹനത്തിൽ ഒന്നായിട്ട് പോയി. അവിടെ മദീനയിൽ ബദറിലെത്തിയപ്പോൾ, മദീനയിലേക്ക് പോകുന്ന വഴി ബദറിലെത്തിയപ്പോൾ ഷെയ്ഖുന, ഞങ്ങളുടെ 2-3 സ്ത്രീകളുണ്ടല്ലോ, ഷെയ്ഖുനാൻ്റെ ഭാര്യ, അതേപോലെ തന്നെ മകൾ, അതേപോലെ അബു ഹാജിൻ്റെ ഭാര്യ, അവർ 3 പേരെയും അവിടെ തന്നെ പുറത്തിരുത്തിയും കൊണ്ട് ഷെയ്ഖുനായെ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ആ തരത്തിലുള്ളതായ ഒരു മുഖ ഗാംഭീര്യം, ഒരു വഖാർ, ഒരു സക്കീനത്ത്, ഒരു അത്ഭുതകരമായ പ്രകാശം ആ ഷെയ്ഖുനായുടെ മുഖത്ത് തങ്ങി നിൽക്കുന്നുണ്ടാകും എപ്പോഴും. ആ ഷെയ്ഖുന മുമ്പിൽ നടന്ന്, ഞങ്ങൾ പിന്നിലും നടന്ന്. അന്ന് പോലീസുകാരുണ്ട്, ആരെയും അങ്ങോട്ട് വിടില്ല. ആ പോലീസുകാരൻ വേഗം പോയി ഗേറ്റ് തുറന്നു കൊടുത്തു. സത്യമാണിത്, നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്തു. അങ്ങനെയുള്ള ആരെയും പിന്നീട് ഞാൻ അവിറക്കായിട്ട് പോയിരുന്നു. അപ്പം പെണ്ണുങ്ങളേറ്റൊക്കെ പോകുമ്പോൾ എന്നെ തള്ളി പുറത്താക്കിയിരുന്നു അവിടുത്തെ പോലീസുകാർ. അപ്പോൾ ഞാൻ ഷെയ്ഖുനാനെ ഓർമ്മിച്ചു പോയി. ഷെയ്ഖുന അവിടത്തേക്ക് അവർ തുറന്നു കൊടുത്തു, വാതിൽ തുറന്നു കൊടുത്തു. ഷെയ്ഖുന ആ ബദരീങ്ങളെ, സ്വഹദാക്കളെയൊക്കെ മറമാടിയ ഒരു വലിയ വിശാലമായ ഖബറാണ്, വട്ടത്തിലുള്ള ഖബറാണ്. ഷെയ്ഖുന അവിടെ അതിൻ്റെ വക്കത്തിരുന്നു, ഞങ്ങളും അതിൻ്റെ പരിസരത്തിരുന്നു. ഷെയ്ഖുനായുടെ കയ്യിലുള്ളതായ തസ്ബീഹ് മാല വീണ്ടും കയ്യിലെടുത്തു. എന്നിട്ട് ഷെയ്ഖുന ചൊല്ലാൻ തുടങ്ങി, അല്ലാഹുമ്മ നസ്അലുക ബിഹഖി സാദാതിനാ ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസാദാത്തിനാ അബീബക്കർ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ ചെല്ലാറുള്ള അസ്മാ ബദരീങ്ങളുടെയും ഹദീങ്ങളുടെയും പേര് ഒറ്റയടിക്ക് ഷെയ്ഖുന അങ്ങനെ ആ തസ്ബീഹ് മാലയിൽ, പ്രത്യേകമായ നിയന്ത്രിത തസ്ബീഹ് മാലയാണ്. അബ്ദുള്ള എന്നതിന് എത്ര പ്രാവശ്യം എണ്ണണം, അതേപോലെ തന്നെ അനസ് എത്ര പ്രാവശ്യം വേണം എന്ന് ഷെയ്ഖുന അതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ടാവാം. അല്ലാഹു അലം. ഷെയ്ഖുന പേര് മുഴുവനും എണ്ണി പറഞ്ഞു, തവസ്സുൽ ചെയ്തു. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നിരുന്ന അറബി ഇങ്ങനെ ഇങ്ങനെ തരിച്ചു നിന്നുപോയി. അങ്ങനെ നമ്രശിരസ്കനായി നിൽക്കുന്നതായ ആ അറബി ഒരു അത്ഭുതം കാണുന്നത് പോലെ. ആ അറബിക്ക് ഒരു പക്ഷേ പുസ്തകം നോക്കി അത് തീർത്ത് വായിക്കാൻ സാധിക്കുമോ എന്ന് തോന്നുന്നില്ല. ആ തരത്തിൽ ഷെയ്ഖുന ഇത് മുഴുവനും മനപ്പാഠം പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുത പരതന്ത്രനായിപ്പോയി. അതേപോലെ ഞങ്ങളും അത്ഭുതപ്പെട്ടു പോയി. ബഹുമാനായ ഷെയ്ഖുന ഇത്രയും പ്രായത്തിൽ. അപ്പോൾ ഷെയ്ഖുന അവരുടെ വൃദ്ധിയിൽപ്പെട്ടതാണെന്ന് പിന്നീട് മനസ്സിലായി. എല്ലാ ദിവസവും ബദരീങ്ങളെ പേര് ചൊല്ലാതെ ഷെയ്ഖുന ഉറങ്ങിയിരുന്നില്ലെന്നും പിന്നീട് പറയുന്നത് കേട്ടു. ഏതായാലും അത് കേട്ടതാണ്, ഇത് ഞാൻ കണ്ടതാണ്. ആ ബദരീങ്ങളുടെ ഖബറിൽ വെച്ച് ആ മഹാനായ ഷെയ്ഖുന അവരുടെ പേരൊക്കെ ഉച്ചരിച്ച് അവർക്ക് തർലിയത്ത് ചൊല്ലി, അങ്ങനെ അതിൻ്റെ ശേഷം പിന്നെ യാസീൻ ഓതി, അങ്ങനെ ദ്വാരക്കുന്നതിൻ്റെ ഇടയിൽ തസ്ബീഹ് മാല അവിടെ വെച്ച് നല്ലവണ്ണം ഉരച്ച് അങ്ങനെ തടകിയെടുത്തു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആ യാസീൻ ഓതിയതിൻ്റെ ശേഷം ദീർഘിച്ച് ദുആ ചെയ്തു. ആ അറബി വളരെയധികം അതിൽ വിനീതനായി താല്പര്യത്തോടുകൂടെ അത് സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞു. ഞാൻ ചുരുക്കി പറയുകയാണ്, അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞു. സ്ത്രീകൾ പുറത്തു നിന്നു ദ്വാരുന്നു. അങ്ങനെ നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. മഹാനായ ഷെയ്ഖുന മദീനത്തെത്തി. ഒരു കാര്യം ഷെയ്ഖുനായെ സംബന്ധിച്ച് പറയാനുള്ളത്, ഷെയ്ഖുന എന്ന് പറയുന്നത് ഒരു അത്ഭുത മനുഷ്യനാണ്. തൻ്റെ
20 കൊല്ലക്കാലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആർക്കും ദീനുൻ ഇസ്ലാമിനെതിരെ ഒരു വമ്പനായാലും കൊമ്പനായാലും ആർക്കും തലതാഴ്ത്തി കൊടുക്കുകയില്ല. ഏതൊരു അന്യായം കണ്ടാലും ഏതൊരു ബിദ്അത്ത് കണ്ടാലും അതിനെതിരെ ഗർജിക്കും. ശൈഖുനായുടെ ഒരു ശബ്ദം മതി ആ പ്രസ്ഥാനത്തെ അടിപ്പെടുത്താൻ, തകർത്ത് കളയാൻ. അത്രയും വലിയ ഈമാനുള്ള വീര്യമുള്ള വിശ്വാസത്തിന്റെ ഉടമയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. അങ്ങനെ ശംസുൽ ഉലമയുടെ അറിയുന്നവർക്കെല്ലാം അറിയാം എന്തെല്ലാം കോലാഹലങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായി, ഏതെല്ലാം തരത്തിലുള്ളതായ ശൈഖന്മാർ വന്നു, കള്ളശൈഖന്മാർ വന്നു, ഏതെല്ലാം സംഘടന സമസ്തക്ക് സമാന്തരമായി പലരും സംഘടനകൾ ഉണ്ടാക്കി. മഹാനവറുകളുടെ ഏതാനും വാക്കുകൾ കൊണ്ട് അത് തകർന്ന് തരിപ്പണമായി പോയി. അതൊന്നും പിന്നീട് നിലനിന്നില്ല. ഇപ്പോൾ നമ്മൾ ഖേദിക്കുകയാണ്, ഇപ്പോൾ സങ്കടപ്പെടുകയാണ്. ശൈഖുനാ, അങ്ങെങ്ങാനും ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ ഈ കാണുന്ന കൂപമണ്ഡുകങ്ങൾ, ഈ കാണുന്നതായ അറിവില്ലാത്തവർ വന്ന് സുന്നത്ത് ജമാഅത്തിനെ പരിഹസിക്കുകയില്ലായിരുന്നു. ശൈഖുനുണ്ടെങ്കിൽ ആർക്കും ധൈര്യപ്പെടില്ല. ഏത് വമ്പനായാലും കൊമ്പനായാലും സമസ്തക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ശൈഖുനുണ്ടായാൽ സാധിക്കുമോ? സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള മഹാനായ ശൈഖുനയാണ്. ആ ശൈഖുന വലിയ ഗാംഭീര്യമുള്ള മുഖമാണ് ശൈഖുനാൻ്റെത്. ആർക്കും അടിയറ പറയിക്കാതെ ബഹുമാനപ്പെട്ട ശൈഖുന പട്ടിക്കാടിൽ നിന്ന് വരുമ്പോൾ, പട്ടിക്കാട് സ്വയം ശൈഖുന വന്നതാണ്. പക്ഷേ അതുമായിട്ട് അതിൻ്റെ ഒരു ഭാരവാഹിയായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിൽ ഉള്ളതല്ല എന്നിലുണ്ട്. കാരണം ശൈഖുന ഒരു സമ്പന്നൻ കൂടിയാണ്. എന്നിലുള്ളതൊന്നും നിങ്ങളിലില്ല. ആ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ മഹാനായ ശൈഖുന ആർക്കും തലകുനിക്കാതെ നിന്നിരുന്ന ശൈഖുന മദീനത്തെത്തിയപ്പോൾ ശൈഖുനാന്റെ മുഖഭാവങ്ങളെല്ലാം മാറിപ്പോയി. ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റി ശൈഖുനാക്ക്? ശൈഖുന എന്തെങ്കിലും ഉറക്കെ പറയുന്നില്ല, പ്രസന്നനായിട്ട് നടക്കുന്നില്ല, വളരെ വിനീതനായി ദുഃഖിതനെ പോലെയാണ് മഹാനായ ശൈഖുന മദീനത്തെ ആ അതിർത്തി കടന്നു വന്നത്. ശൈഖുനാക്ക് ആ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ശരിക്കും നിൽക്കാനോ ഇരിക്കാനോ സാധിക്കാത്ത വിധം അതർവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിലും പുന്നാര നബിയുടെ ആ സിയാറത്തൊക്കെ ശൈഖുനായെ കണ്ടപ്പോൾ ഇത് ശൈഖുന തന്നെയാണോ എന്ന് മനസ്സിലായിപ്പോയി. ഒരിക്കലും ഞാൻ ശൈഖുനാന്റെ കണ്ണുനീര് കണ്ടിട്ടില്ല. ശൈഖുന ആർക്കും തലതാഴ്ത്തി കൊടുക്കുകയില്ല. എത്രത്തോളം ക്ഷുരകനിക്ക് പോലും തലതാഴ്ത്തി കൊടുക്കുകയില്ല. സ്വന്തം ആ കാര്യം നിർവഹിക്കുകയാണ് ചെയ്തിരുന്നത് മഹാനായ ശൈഖുന. അത്രത്തോളം വളരെയധികം ഗാംഭീര്യമായി തല ഉയർത്തി നിന്നിരുന്ന ശൈഖുന അവിടെ പോയപ്പോൾ വിനീതനായി. അങ്ങനെ റൗളയിൽ നിന്ന് നമ്മളിങ്ങനെ നടന്നു നോക്കുമ്പോൾ മഹാനായ ശൈഖുനായുടെ വലതും ഇടതൊക്കെ ഭാഗത്തിൽ ഞാനുണ്ട്, ഉമറാജിയുണ്ട്, അബുഹാജിയുണ്ട്. ഞങ്ങളിങ്ങനെ ശൈഖുനായെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ മഹാനായ ശൈഖുന ഉസ്തുവാനത്ത് ആയിഷ എന്നിടത്തെത്തിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഉസ്തുവാനത്തെ ആയിഷ എന്ന ആ തൂണിൻ്റെ അടുത്തെത്തിയപ്പോൾ ശൈഖുനാകെ വിവർണനായി. ശൈഖുനാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കുത്തിയൊഴുകി. കരഞ്ഞ് ശൈഖുനാനെ ഞങ്ങൾ പിടിച്ചു. പക്ഷെ ശൈഖുനാനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ശൈഖുന അവിടെ നിന്ന് കരയുകയാണ്, എന്നിട്ട് ദുആ ചെയ്യുകയാണ്, ആദരവായ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ ശൈഖുനായുടെ ഈമാൻ, ശൈഖുനായുടെ വിശ്വാസം, ശൈഖുനായിക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് അതൊക്കെ പ്രകടമായിട്ട് ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല. ശൈഖുന അതൊന്നും പ്രകടമാക്കാറില്ല. ശൈഖുന ഏതാനും സൂറത്തുകൾ ഓതാതെ ശൈഖുന ഉറങ്ങാറില്ല. ശൈഖുന ഒരിക്കലും തസ്ബീഹ് ചൊല്ലാതെ വെറുതെ ഇരിക്കാറില്ല. അതൊക്കെ നമ്മൾക്ക് കാണാറുണ്ട്. പക്ഷേ ശൈഖുനാന്റെ ഹൃദയത്തിൽ ഇത്ര വലിയ മഹബത്ത് ഹുബ്ബുൻ നബി ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അന്നാണ് മനസ്സിലായത്. ശൈഖുന കരഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ശൈഖുനാനെ നിയന്ത്രിക്കാൻ പോലും സാധിക്കാതെ അവസാനം ഞാനും ഉമറാജിയൊക്കെ ശൈഖുനാനെ പിടിച്ച് അങ്ങനെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ശൈഖുന. ആ ശൈഖുനായെ സംബന്ധിച്ച് അപവാദം പറയാനും ആ ശൈഖുന ഇവിടെ സ്ഥാപിച്ചതായ, അതിനുവേണ്ടി പ്രവർത്തിച്ചതായ മഹാന്മാരായ ആ മഹത്തുക്കൾ ഇവിടെ സ്ഥാപിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഗർജിക്കേണ്ട സമയത്ത് ഗർജിച്ചും, അതേപോലെ വിനീത സ്വരത്തിൽ പറയേണ്ട സമയത്ത് വിനീത സ്വരത്തിൽ പറഞ്ഞും 40 കൊല്ലക്കാലം ഈ പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഈ ലോകത്തിന് അറിയപ്പെടുന്ന വിധത്തിൽ കൊണ്ടുവന്നത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്
നമ്മുടെ ഈ റാബിത്തത്തുൽ ആലമിലേക്ക് കത്തെഴുതിയത്. എന്താണ്? ഖാദിയാനിസം. അത് അനിസ്ലാമികമായ സംഘടനയാണ്. അവർക്കൊന്നും ഈ മക്കയിലെ ഹറമിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുക്കരുത് എന്ന് ഷെയ്ഖുനെയാണ് കത്തെഴുതിയത് നമ്മുടെ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിക്ക്. അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുതുബ പരിഭാഷ, അറബിയിലല്ലാത്ത ഒരു ഭാഷ നമ്മുടെ ഇസ്ലാമിൽ അത് പാടില്ല എന്ന് ഇവിടെയുള്ള ഔക്കാഫിനോട് വളരെ വ്യക്തമായി ഷെയ്ഖുന ശംസുൽ ഉലമ കത്തെഴുതുകയുണ്ടായി. അങ്ങനെ നമ്മുടെ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തും സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മഹാനാണ് ആ ഷെയ്ഖുന ശംസുൽ ഉലമയെ നമ്മുടെ മുസ്ലിങ്ങൾ കേരളക്കാർ നെഞ്ചിലേറ്റുകയുണ്ടായി. ശംസുൽ ഉലമാന്റെ ഒരു ആജ്ഞ ഉണ്ടായാൽ 70-ാം വാർഷികത്തിലല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വാർഷികത്തിൽ എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം. ആ സമ്മേളനത്തിൽ ഷെയ്ഖുന എല്ലാവരും നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്നു. ആ നിന്ന നൃത്തത്തിൽ അവരെ കൊണ്ട് തഹ്ലീൽ ചൊല്ലിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതാനും തഹ്ലീൽ ചൊല്ലിച്ചപ്പോൾ കൈയുടെ വിരൽ കൊണ്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്നു. അങ്ങനെ ഈ മുസ്ലിം ഉമ്മത്തിനെ കേരളീയരെ വിരലുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിയന്ത്രിക്കുകയും ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ, ആ മഹാനവർകളെ എത്ര നാം പ്രശംസിച്ചാലും മതിയാവുകയില്ല. ആ ശംസുൽ ഉലമയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇവിടെ സ്ഥാപിക്കുകയും, അതായത് പൂർവികരുടെ അടിസ്ഥാനപരമായ വിശ്വാസം നിലനിർത്താൻ വേണ്ടി ഇവിടെ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയത് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പാതിരാക്ക് കരഞ്ഞ് ഒരു കാര്യം കേട്ടാൽ മഹാനായ ഷെയ്ഖുന ഈ ഇബാറത്തുകളൊക്കെ വായിച്ച് കിതാബൊക്കെ നടത്തുമ്പോൾ അത് നമുക്ക് അന്നേരം സംഭവിക്കുന്നത് പോലെ തോന്നും. മുത്തഅല്ലിമീങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചാൽ, ഫൈലിമാരോട്, ദാരിമാരോട്, ഷെയ്ഖുനാനെ കണ്ടവരോട് ചോദിച്ചാൽ നമ്മളുടെ ഹൃദയത്തിൽ അവർ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അത് പ്രായോഗികമായി തീർക്കും. മഹാനായ ഷെയ്ഖുനായുടെ ആ കരച്ചിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ് ആദരവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം നിങ്ങൾ നോക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഒരിക്കൽ സുഇലത്ത് സയ്യിദത്തു ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയോട് ചോദിക്കപ്പെടുകയുണ്ടായി, അതല്ല ആയിഷ, ഈ ഷെയ്ഖുനായുടെ ഏറ്റവും വലിയ അത്ഭുതകരമായ സിദ്ധി എന്താണ്? അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങൾ എന്താണ് പറയാനുള്ളത് എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു. മിൻ അഅജബി മാ കാന, ആ ഷെയ്ഖുനായുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും അത്യത്ഭുതകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫബഖത്ത്, ആയിഷ ബീവിയോട് കരഞ്ഞുപോയി. ആയിഷ ബീവി പറഞ്ഞു, കുല്ലു അംരിഹി കാന അജബാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ അത്ഭുതകരം തന്നെ. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഒരു ദിവസം രാത്രി എൻ്റെ ഊഴം, അതായത് എൻ്റെ കൂടെ റസൂലുള്ള തങ്ങേണ്ട ഊഴം. റസൂലുള്ള വളരെ നീതിമാനാണ്, എല്ലാ ഭാര്യമാരോടും സമമായി പെരുമാറുന്നയാളാണ്. അങ്ങനെ ആയിഷ ബീവിക്ക് അവകാശപ്പെട്ട ഒരു ദിവസം ആയിഷ ബീവി പറയാണ്, എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വന്നപ്പോൾ സാധാരണ പോലെ എന്നെ ഉരുമ്മി കിടക്കുന്നില്ല, എന്നെ ഒന്ന് ഒഴിവാക്കണം ആയിഷു, എനിക്ക് അള്ളാഹുവിനോടുള്ളതായ സാമീപ്യം ആവശ്യമാണ്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീബി പറഞ്ഞു, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഖുർബക, തങ്ങളുടെ സാന്നിധ്യമാണ്, വഹവാക്ക, തങ്ങളുടെ സ്നേഹവുമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് എന്താണ് ഇത്ര ധൃതി? അതിനെ ഉടനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുള്ള ഒരു ഇർബത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട റസൂൽ ആയിഷ ബീബി പറയുന്നു, ഒന്നു കൊടുത്തു, പെട്ടെന്ന് ഒന്നു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ നിന്നു. നിസ്കരിക്കാൻ നിന്നപ്പോൾ കുറേ നിന്നപ്പോൾ റസൂലുള്ള കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുകി റസൂലുള്ളാഹിന്റെ താടി നനഞ്ഞു പോയി എന്ന് സ്വഹീഹായ ഹദീസിൽ പറയുന്നു. അങ്ങനെ ആദരവായ റസൂലുള്ള കരഞ്ഞ് താടി മുഴുവനും നനഞ്ഞു പോയി. ആ സന്ദർഭത്തിൽ ആ നിസ്കാരത്തിന് തുടർച്ചയായ റസൂലുള്ള സുജൂദ് ചെയ്തപ്പോൾ
ആ സുജൂദ് ചെയ്ത നിലവും നനഞ്ഞുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയെ നിസ്കരിക്കാനായിരിക്കുന്നു. അപ്പോൾ റസൂലുള്ള കരയുന്നത് കണ്ടു. എന്താണ് കരയുന്നത് ആദരവായ നബിയെ? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖറ. തങ്ങളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നല്ലോ, തങ്ങൾ മഅസൂമാണല്ലോ, പിന്നെ എന്തിനാണ് തങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആലയുടെ ഒരു ആയത്ത് ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. ആ അവതരിച്ചതിലുള്ള വിഷമവും പ്രയാസവും എനിക്ക് മറന്നിട്ടില്ല. എനിക്കതിനുള്ളതായ ഒരു സ്വീകരണം, അതിനോടുള്ള ഒരു പ്രതികരണം സാധിക്കുമോ? ഞാൻ അല്ലാഹു തആല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആയത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശ ലോകങ്ങളെയും ഭൂമിയെയും അതേപോലെ ഈ രാത്രിയും പകലും ഇന്ന് വ്യത്യാസപ്പെടുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. മാത്രമല്ല തുടർന്ന് ആ ആയത്തിൽ പറയുകയാണ്, ആ അള്ളാഹുവിൻ്റെ അടിമകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് ഖിയാമൻ വ ഖുഊദൻ വ ജുനൂബൻ ആയത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഇറങ്ങിയ ആയത്താണ്. മഹാനവർ ബിലാലിനോട് പറയുകയാണ്, ഇന്ന് രാത്രി എനിക്ക് അവതരിച്ച ആയത്താണ്. അങ്ങനെ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ ഇരുന്നും നിന്നും കിടന്നും ദുആ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെയാണ് നിന്ന് കരഞ്ഞത്, എൻ്റെ കണ്ണുനീര് കൊണ്ട് എൻ്റെ താടി നനഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു പാർശ്വത്തേക്ക് കിടന്നത്, അങ്ങനെയാണ് നാട് നനഞ്ഞത് എന്ന് കരഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയാണ്. ആ മാതൃക പിൻപറ്റിയവരാണ് ശംസുൽ ഉലമയെ പോലെയുള്ള അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവിതം അർപ്പിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദ്, വളരെ ശാന്തനാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ശിഷ്യനാകാനും ഈ വിനീതനായ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് നിഷ്കളങ്കനാണ്, വളരെ നല്ല മനുഷ്യനാണ്, ബഹുമാനപ്പെട്ടവർ ആത്മാർത്ഥതയുടെ പ്രതീകമാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് ക്ലാസ്സിന് വന്നപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഞങ്ങൾ മുത്തവൽ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ 82 കുട്ടികളുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ പിറ്റേന്ന് ദുഃഖിതനായിട്ടാണ് വന്നത്. എന്നിട്ട് പറയാണ്, മക്കളെ എൻ്റെ പെങ്ങൾ മരിച്ചുപോയി, ഇന്നലെ രാത്രി മരിച്ചു, ഞാൻ പോയിട്ടില്ല, എനിക്ക് അനാരോഗ്യവും നിങ്ങളുടെ ക്ലാസ് നഷ്ടപ്പെടുമെന്ന് കണ്ടിട്ട് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ മറമാടി, ഇന്ന് തഅസിയത്തിൻ്റെ ദിവസമാണ്, കണ്ണോക്കിൻ്റെ ദിവസമാണ്, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോരുത്തരുമായി ഈ സ്റ്റേജിൽ കയറി വന്ന് എൻ്റെ കൈപിടിച്ച് അഅ്ളമല്ലാഹു അജ്റക വഹസന അസാക വഗഫറ ലിമയ്യിതിക എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, തഅസിയത്താക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതൊരു ആത്മാർത്ഥ, ഒരു വളരെ നിഷ്കളങ്കനായ മഹാനാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരായി മഹാനവറുകളുടെ കൈപിടിച്ച് അഅ്ളമല്ലാഹു അജ്റക വഹസന അസാക. ചിലർ തെറ്റിപ്പോയാൽ ശൈഖുന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ലടാ ഇങ്ങനെ പറയുമെന്ന്. അങ്ങനെ 82 കുട്ടികളെ കൊണ്ടും അങ്ങനെ തഅസിയത്ത് ചെയ്യിപ്പിച്ചതായ കണ്ണിയത്ത് ഉസ്താദും ഈ ആത്മാർത്ഥതയുടെ നിറകുടമാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള കണ്ണിയത്ത് ഉസ്താദും അതേപോലെ തന്നെ ശൈഖുന ശംസുൽ ഉലമയും ഖുതുബി തങ്ങളും മഹാന്മാരായ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, അവരൊക്കെ നേതൃത്വം കൊടുത്തതാണ് ഈ മഹത്തായ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതീകമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയെയും അതിൻ്റെ പണ്ഡിതന്മാരെയും അവഹേളിക്കാനും പരിഹസിക്കാനും ഏതാനും ചില കൂപമണ്ഡുകങ്ങൾ രംഗത്ത് വരിക എന്നത് വളരെയധികം അപമാനകരമാണ്. വളരെയധികം നമ്മുടെ മുസ്ലിം സമുദായം ഒരിക്കലും പൊറുക്കാൻ മറക്കാൻ സാധിക്കാത്ത വലിയ കൊടും ക്രൂരതകളാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, മക്കൾ, എൻ്റെ എല്ലാവരും മനസ്സിലാക്കണം, മഹാന്മാരായ മശായിഖുമാർ, ഔലിയാക്കന്മാർ, അവർ നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ
അവര് സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം. അവരുടെ കൈ കൊണ്ട് ഇത് തീയിൽ മുളച്ചതാണ്, വെയിലത്ത് ഇത് വാടുകയില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ വിശ്വാസമായിട്ട് അത് സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ സമസ്തയെ വളർത്തണം, ഇതിനെ ഉയർത്തണം. നമ്മൾക്ക് ഒരു വലിയ വിജയമുണ്ടായത് സുപ്രഭാതം വന്നത് മുതലാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ സുന്നി സംഘത്തിൻ്റെയും മറ്റും പ്രവർത്തനവുമായി എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വരണമെങ്കിൽ പലരുടെയും കാല് പിടിക്കണം, കൈ പിടിക്കണം. എന്നാലേ സമസ്തൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ റിപ്പോർട്ട് മറ്റു പത്രങ്ങൾ വരാറുള്ളൂ. ഇപ്പോഴും തീരെ വരുന്നില്ല. എന്നാൽ ആ സാഹചര്യം മാറി ബഹുമാനപ്പെട്ട സമസ്തക്ക് സുപ്രഭാതവും അതേപോലെ നമ്മുടെ ദുബൈയിലുള്ളതായ മാസികകളും, അതായത് മാസികയുടെ പേര് സത്യധാര പോലെയുള്ളതായ പ്രവർത്തനങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ നമ്മളുടെ സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും വലിയ ആക്കവും തൂക്കവും കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലർക്കും അസൂയ. നമ്മളോടുള്ള അസൂയ അതാണ്. സമസ്ത പഴയതുപോലെയല്ല. സമസ്ത പടക്കുതിരകളായി എത്രയോ 11,000-ഓളം മദ്രസകളും, അതേപോലെ സമസ്തക്ക് എത്രയോ ഉപസംഘടനകളുണ്ട്. ആ ഉപസംഘടനകൾക്ക് ഒരു ഉപസംഘടനകളുണ്ട്. അങ്ങനെ കൂട്ടി നോക്കിയാൽ 10-50ഓളം സംഘടനകളുണ്ട് സമസ്തയുടെ കീഴിൽ, സമസ്തൻ്റെതായിട്ട്. നിങ്ങൾക്ക് ലോകത്ത് കാണാൻ സാധ്യമല്ല. ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു സംഘടന, സമസ്തയെ പോലെയുള്ള ഒരു സംഘടന, ആ സംഘടനയിൽ പതിറ്റിക്കണക്കിലുള്ള ഉപസംഘടനകൾ, ആ ഉപസംഘടനകളിലുള്ളവരെല്ലാം അവരുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. യുവാക്കൾ, കുട്ടികൾ, പണ്ഡിതന്മാർ, മുഫത്തിഷുമാർ, മുഅല്ലിമീങ്ങൾ, മുദരിസുമാർ തുടങ്ങിയ എത്രയോ ആൾക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വീതിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന 50ഓളം ശാഖകളുള്ള ഒരു സംഘടനയെ നിങ്ങൾക്ക് ഈ ലോകത്ത് പരിധിയാൽ കാണുകയില്ല. അത്രമാത്രം പുരോഗമിച്ച, അത്രമാത്രം ശാസ്ത്രീയമായി വളർന്ന നമ്മുടെ സംഘടനയോട് ചില മുജകൾക്കും മുബ്തദീകൾക്കും അവരോട് തോള് ചേർന്ന് നിൽക്കുന്നവർക്കും നമ്മളോട് അസൂയയാണ്. അതുകൊണ്ടാണ് നമ്മളോടുള്ള അസൂയ. നാം വളരുന്നത് പലർക്കും ഇന്ന് ലോകത്ത് മുസ്ലിംകൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ നമ്മളെ ആക്രമിക്കുന്നത്, അമേരിക്ക നമ്മെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലോകത്ത് സജീവ മതം നമ്മളത് മാത്രമേ ഉള്ളൂ. അതാണ് അസൂയ. പരിശുദ്ധമായ ജീവിതത്തിന്റെ നാനാമുഖങ്ങളിലും നാനാഭാഗങ്ങളിലും നാനാതുറകളിലും വെളിച്ചം വീശുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അടിമകളായി അള്ളാഹുവിനെ ആരാധിക്കുന്ന, അവരുടെ ജീവിതം ചിട്ടയോടും വളരെ വൃത്തിയായും നടക്കുന്ന ഒരു ജീവൽ പ്രസ്ഥാനം ഏതാണുള്ളത്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവരുടെ ഉത്സവ ദിവസങ്ങളിൽ മദ്യം കൊണ്ട് ലോകത്ത് വലിയ ലഹരി സൃഷ്ടിക്കുന്നതായ മതങ്ങളോ, അതല്ലെങ്കിൽ മദ്യം കൊണ്ട് മറ്റ് ചടങ്ങുകൾ നിർവഹിക്കുന്ന മതങ്ങളോ അല്ലാതെ ഏതെങ്കിലും മനുഷ്യന്മാരുടെ മുമ്പിൽ ഏതാനും മന്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് മനുഷ്യ ജീവിതത്തെ കുറിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്നതായ മതങ്ങളല്ലാതെ എല്ലാ കാര്യങ്ങളിലും നാനാ തുറകളിലും അവർക്ക് പ്രച്ഛന്ന സുന്ദരമായ, അതീവ സുന്ദരമായ, പ്രായോഗികമായ ജീവിത വ്യവസ്ഥിതികൾ കൊടുക്കുന്ന ഒരു മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യരായ ചിന്തകന്മാർ, വിദ്യാർത്ഥികൾ നാൾക്ക് നാൾ അഹമഹിമകയായി ഈ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നതുകൊണ്ട് നമ്മളെ അവസാനിപ്പിക്കണം, എന്നാലേ നമ്മൾക്ക് വിജയമുള്ളൂ എന്ന് യഹൂദികളും ജൂതന്മാരും അവർക്ക് സഹായം നൽകുന്ന അമേരിക്കയും മറ്റും തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾക്കൊരു രക്ഷയുമില്ല. നമ്മൾക്ക് അല്ലാഹുവിലേക്ക് മടങ്ങൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം എല്ലാവർക്കും നമ്മളോട് അസൂയ. അതേപോലെ സമസ്ത വിരുദ്ധർക്ക് അസൂയയാണ്. നമ്മളുടെ പ്രസ്ഥാനങ്ങളെ കാണുമ്പോൾ, നമ്മളുടെ വിദ്യാർത്ഥി സമൂഹങ്ങളെ കാണുമ്പോൾ, അവരുടെ പ്രവർത്തനം കാണുമ്പോൾ, നമ്മുടെ വിക്കായയെ കാണുമ്പോൾ, നമ്മളുടെ യുവാക്കളെ കാണുമ്പോൾ, നമ്മുടെ മുഅല്ലിമീങ്ങളെ, മുദരിസുമാരെ കാണുമ്പോൾ അവരെ വെറുക്കുകയാണ് പലരും, അവരെ വധിക്കുകയാണ്, അവരെ ജീവനോടെ നശിപ്പിക്കാൻ നോക്കുകയാണ്. കാരണം നമ്മളല്ലാത്ത ഒരു ജീവൽ പ്രസ്ഥാനം ഇവിടെ ഇല്ല എന്നതുപോലെ. അതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെ 100% പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ റസൂലുള്ള കാണിച്ച ആ ചര്യയിലൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയില്ല. അതുകൊണ്ട് മറ്റുള്ള എല്ലാ സംഘടനകൾക്കും നമ്മളോട് വിരോധമാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവസാനം പറഞ്ഞതുപോലെ ഈ സമസ്ത ഒരു നിലക്കും തകരുകയില്ല. അതിനെ രക്ഷപ്പെടുത്താൻ, അത് സജീവമാകാൻ, പൂർവോപരി പ്രവർത്തന നിരതമാകാൻ അല്ലാഹു തആല വഴി ഒരുക്കി തരും. അല്ലാഹു തആല അതിന് നമുക്ക് വഴി ഒരുക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഇത് ഇത്രമാത്രം വിജയിപ്പിച്ച നമ്മളുടെ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ നമ്മളുടെ പല പ്രവർത്തകന്മാരും, അതേപോലെ നമ്മളുടെ ഉമറാക്കൾ, ഈ സമസ്തക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉമറാക്കൾ ഞാനും ഇവിടെ വന്നപ്പോൾ പലരും എത്ര വലിയ സമ്പന്നന്മാരാണ്, സൗകര്യമുള്ളവരാണ്. അവരൊക്കെ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നമ്മൾക്ക് വേണ്ടി അവരൊക്കെ അധ്വാനം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ഇവിടെയുള്ള പല സംഘടനകളും ഈ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അർഹമുർ-റഹീമീന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹു തആല അവർക്കെല്ലാം അളവില്ലാത്ത അറ്റമില്ലാത്ത അനന്തമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്കും അവർക്കുമെല്ലാം രണ്ട് ലോകത്തും ഐശ്വര്യവും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന എ.വി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന സദസ്സിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായി വേദിയിൽ ഉസ്താദ് ജലീൽ ദാരമി അവരുടെ പ്രഭാഷണമാണ്. അതിനു മുമ്പായി ഒരു കാര്യം ഉണർത്താനുള്ളത്, വളരെയധികം ദാരുണമായ തരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായി വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഫണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും സന്നദ്ധമാകണം. വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ആദ്യ ഗഡു ഇവിടെ നൽകുന്നുണ്ട്. അതേപോലെ എല്ലാവരും അതിന് സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന പുനരധിവാസ പദ്ധതിയിലേക്ക് SKSSF ദുബൈ വയനാട് ജില്ലാ കമ്മിറ്റി നൽകുന്ന ധനസഹായത്തിന്റെ